ഏയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ലാസ്റ്റ് ഇട്ട വ്ളോഗിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ അതാരെയും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം പോയി കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോക്കാന്നേ. റൂം വെക്കേറ്റ് ചെയ്യുന്നില്ല, ഫുഡ് കഴിച്ച് വന്നിട്ട് വെക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പിപ്പോക്കാന്ന്. ഇവിടെ അടുത്തൊന്നും രാവിലെ ഓപ്പൺ ആക്കുന്ന നല്ല റെസ്റ്റോറൻറ്റ് ഇല്ല കേട്ടോ. ഏകദേശം ഒരു 12 മണി ഒരു ഉച്ചൻ്റെ ടൈമിൽ ഓപ്പൺ ആക്കുന്ന റെസ്റ്റോറൻ്റാണ് അടുത്തെല്ലാം ഉള്ളത്. ഞങ്ങൾ എന്നിട്ടിങ്ങനെ ചോദിച്ചറിഞ്ഞ് അവിടേക്ക് പോക്കാന്നേ. പോകുന്ന വഴിക്ക് ഹംദക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് കാറിന് പിസ്ത എടുത്തിട്ടുണ്ടേനു, അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ആനന്ദ് ഭവൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ വന്നേരം തിരക്ക് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര തിരക്കേനു. ആദ്യം ഞങ്ങൾ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ നിന്ന് അതിനൊരു സമയം പോയിട്ടുണ്ടേനു. പിന്നെ ഫുഡ് കിട്ടാനുള്ള അതിനും നല്ല സമയം എടുത്തിട്ടുണ്ടേനു. പിന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സീറ്റ് ഉണ്ടായിട്ടില്ല. ഓരോരുത്തർ എണീക്കുന്ന നോക്കി നിന്ന് അങ്ങനെയെല്ലാം ആയി കിട്ടുമ്പോഴേക്കന്നെ ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടേനു. പിന്നെ ഇവിടെ അടുത്ത് വേറെ നല്ല റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞേരോ. പിന്നെ അധികം റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല, ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോക്കാന്നേ. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് വ്യൂ പോയിൻറ്റും ഷൂട്ടിംഗ് പോയിൻ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ അവിടേക്കൊന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നുള്ളത്. ഞങ്ങളിവിടെ അധികം സ്ഥലങ്ങളിലൊന്നും പോകണമെന്ന് വിചാരിച്ചിട്ട് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഇറങ്ങിയോണ്ട് തന്നെ അധികം സ്ഥലത്തൊന്നും പോയിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ, പിന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് മെയിൻ്റെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് പോകാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് വന്നിനി. തലേ ദിവസം 12 മണിൻ്റെ ശേഷം നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, നല്ല ചൂടേനു, തണുപ്പുണ്ടായിട്ടേ ഇല്ല. പിന്നെ അവിടെ റൂമിലൊന്നും ഫാനൊന്നും ഉണ്ടാവില്ല, തണുപ്പായതുകൊണ്ട്. അതുകൊണ്ട് ചെറിയ ചൂടെല്ലാം ഉണ്ടേനു. നമ്മൾ വന്ന അന്നത്തെ കാലാവസ്ഥ നല്ല അടിപൊളിയേനു, നല്ല തണുപ്പുണ്ടേനു, മഞ്ഞും എല്ലാം ആയിട്ട് നല്ല സെറ്റ് ചെയ്യുന്നു. പിറ്റേന്ന് നല്ല ചൂടല്ല, ഒരു നോർമൽ തണുപ്പല്ല ചൂടും അല്ലാത്ത ഒരു കാലാവസ്ഥയിലെ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ സുഖം ഉണ്ടായിട്ടില്ല. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം നല്ല തിരക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാർ പാർക്കിംഗ് ഒന്നും ശരിയാവില്ല, പിന്നെ ഇറങ്ങാൻ വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അങ്ങ് പോക്കാന്ന്. എവിടെയാ നല്ല സ്ഥലം കാണുന്നത് അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഷൂട്ടിംഗ് പോയിൻ്റ് ആണോ അതെല്ലാം തോന്നുന്നത്. ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ എടുത്ത് വെച്ചിട്ട് അപ്പോൾ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നടന്ന് പോകുന്നതാണ്. ഹംദക്ക് പിന്നെ ഈ മാങ്ങയില്ലേ ഉപ്പുമുളകാക്കിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവൾക്ക് ഉപ്പിലിട്ടത് ഈ മാങ്ങ അതൊക്കെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലായാലും എവിടെയാണെങ്കിലും ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഈ ഒരു വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. എവിടെ പോയാലും തിരക്ക് തന്നെയാണ്, തിരക്കും ആളെന്നെയാണുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച ആവാറായിട്ടുണ്ടാവും. ഓരോ തിരക്കെല്ലാം കൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റായിട്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ ടിക്കറ്റ് എടുക്കണം. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറലാന്ന്.
शुभम गेला होता तेव्हा घेतलं होतं ना. ഇവിടെ മറ്റേ ഷൂട്ടിംഗ് ആണ് പാട്ടെല്ലാം വെച്ചിട്ട് എന്നും ഒരു ഓടി വരിക. അയ്യോ നിക്ക് നിക്ക്. ഫ്രണ്ട് അല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ ഈ ചോളം ചുട്ട കഴിക്കാൻ പൂതിയായിട്ടെന്ന്. അങ്ങനെ ഇവിടുന്ന് ഇതാ പോകുമ്പോൾ ചോളം ചുട്ട കണ്ടിട്ടുണ്ടേനു. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ചോളം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലംസ് ഇല്ലേ അതും വാങ്ങിയിട്ടുണ്ടേനു. ഞങ്ങൾ അവിടെ പോയി ഒരുപാട് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് പോകുന്നുള്ളത്. ഊട്ടിയിൽ വന്നാൽ പിന്നെ ക്യാരറ്റ് വാങ്ങാണ്ട് പോകില്ലല്ലോ. ഇതാ ഇങ്ങനെ ഒരു 4 പീസിന് വരുന്നത് ഇവിടെ 40 റുപ്യാന്ന് കേട്ടോ ഇവർ വാങ്ങുന്നുള്ളത്. നല്ല റേറ്റാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു 3-4 വാങ്ങിയിട്ട് കുറച്ച് പോകുമ്പോൾ ഇതെല്ലാം കാണൂലേ അവിടുന്ന് നല്ല നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് വേറെയും ക്യാരറ്റ് കണ്ടിട്ട് അവിടെ ഇറങ്ങിനി. ഇവിടെ 1 കിലോന് 70 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 5-6 ഒരു 10 കിലോ ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവും. 2 വീട്ടിലേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ വാങ്ങിയത് ഞങ്ങൾ 4 40 രൂപ വെച്ചിട്ട് കൊടുക്കാമെന്നായിട്ടാണ് ചെയ്തതിന്. പിന്നെ ആണെങ്കിൽ ഇത് ശരിക്കും നഷ്ടമാണ്. അതിൻ്റെ ആ ഇല തൂക്കുമ്പോൾ അതിൻ്റെ ആ തൂക്കം ഉണ്ടാവും, പക്ഷേ നമുക്ക് ക്യാരറ്റല്ല ആവശ്യമുള്ളൂ. എന്നാലും ആ ഒരു ഇലയോടെ വരുമ്പോൾ എല്ലാവരും വാങ്ങും. അത് കാണാൻ തന്നെ നല്ല രസമില്ലേ. അങ്ങനെ ഊട്ടിയിലെ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചോളാണ് ആവശ്യമുള്ളത്. അത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ പോകുന്ന വഴിക്ക് കണ്ടിട്ട് അവിടെ സൈഡാക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് തിരിച്ച് പോക്കാനേ വേറെ എവിടെയും കയറുന്നില്ല കേട്ടോ. പിന്നെ നേരെ ഇനി നാട്ടിലേക്ക് പോക്കാനേ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ നല്ല മഞ്ഞെല്ലാം മൂടിയിട്ടുള്ള സ്ഥലം കണ്ടിട്ടില്ലേ, ആ സ്ഥലമായിട്ട് ഇത്. പക്ഷെ ഇന്ന് അത്ര വലിയ മഞ്ഞോ അത്ര വലിയെന്നല്ല മഞ്ഞോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം വന്നേരോ അത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് നല്ല മുതലായിരുന്നു കേട്ടോ നമ്മൾ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മണി ആ ഒരു ടൈമിൽ ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങുന്ന ആ ഒരു ഏരിയയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. റഷി മന്തിയും ഞാൻ ഫ്രൈഡ് റൈസും ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ
ചെറിയ നെല്ലിക്കയില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നെല്ലിക്കാന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ വാങ്ങിയതിന്. വേറൊരു സാധനമില്ലേ നെല്ലിക്ക പോലത്തെ ഉപ്പിലിടുന്ന, അത് വിചാരിച്ചിട്ട് അതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല, കിട്ടുന്നില്ല. അപ്പോൾ അതാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാറൊന്ന് സൈഡാക്കിയിട്ട് വാങ്ങിയതാണ്. നോക്കുമ്പോൾ നാടൻ നെല്ലിക്ക. ഏതായാലും നിർത്തിയില്ലേ, അതെങ്കിലും അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഊട്ടിയിലൊക്കെ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അന്ന് രാത്രിക്ക് ഞങ്ങൾ ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് വാങ്ങാൻ പോയതാണ്. റഷിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ഞങ്ങൾ കേക്ക് വാങ്ങിയതിന്. കേക്കൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതേനു. പിന്നെ പറഞ്ഞ് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്യാം, അല്ലാണ്ട് എന്ത് രസമുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേക്ക് വാങ്ങിയതാണ്. ഇനി എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മ ഉണ്ട് അവിടെ, ഉമ്മാനെയും കൂട്ടിയിട്ട് വീട്ടിൽ പോകണം. വീട്ടിൽ നിന്ന് കട്ട് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ പോയരോ ഉമ്മാക്ക് ഡിക്കിയിൽ സാധനം വെക്കാനുണ്ടേനു. അങ്ങനെ ഡിക്കി ഓപ്പൺ ആക്കിയതാന്ന്. അതിൻ്റെ കുറച്ച് സർപ്രൈസ് ആണ്ടേനു കേട്ടാ. പാളിപ്പോയി സർപ്രൈസാണ്. വീട്ടിലെത്തിയിട്ട് സർപ്രൈസ് ആയിട്ട് തരാമെന്നെല്ലാം വിചാരിച്ചിരുന്നു. നോക്കുമ്പോൾ ഡിക്കി ഓപ്പൺ ആക്കിയതും കണ്ടില്ലേ. അപ്പോൾ പിന്നെ ഏതായാലും സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കേക്കെല്ലാം കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കലാന്നേ. അങ്ങനെ വീട്ടിലെത്തി ഓപ്പൺ ആക്കി നോക്കുമ്പോൾ 3 ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. 3 നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വീഡിയോസ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ല ഒരു അടിപൊളി വ്ളോഗുമായിട്ട് വരാം. താങ്ക് യു, ബൈ.